എല്ലാവർക്കും എന്നോട് വിശേഷം സുഖമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് എൻ്റെ മൂന്നാമത്തെ അയൺ ട്രാൻസ്ഫ്യൂഷന് പോവുകയാണ്. എനിക്ക് നേരത്തെയും കുറച്ച് നാളായിട്ട് വയ്യാതെയൊക്കെ ആയിട്ട് അയൺ ട്രാൻസ്ഫ്യൂഷനൊക്കെ ചെയ്തു, HB ഒക്കെ ഒത്തിരി ഡ്രോപ്പായി, സർജറി ഒക്കെ ചെയ്ത് നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ എന്നിട്ടും അതൊന്നും ഒട്ടും കുറവില്ലായിരുന്നു. ഭയങ്കര ഹെവി ബ്ലീഡിങ് ആയിരുന്നു എനിക്ക് നാളുകളായിട്ട്. എൻ്റെ വിഷമം ഞാൻ ആരോടും പറയാറില്ലെന്നല്ല, നമുക്ക് പറഞ്ഞിട്ട് വലിയ പ്രയോജനമുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയില്ല. കാരണം കേൾക്കുമ്പം ഒരു സിമ്പതറ്റിക്കായിട്ട് ലുക്കൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്കാരും ഇല്ല, ഈ ഒരു സപ്പോർട്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. പിന്നെ ആർക്കും നമ്മുടെ അസുഖങ്ങൾ കേൾക്കുന്നു എന്നും അത്ര നന്നായിട്ട് ഫീൽ ചെയ്യത്തുമില്ല. അതൊരു നെഗറ്റീവ് കാര്യമല്ലേ. അപ്പം പിന്നെ ചിലപ്പോൾ ആൾക്കാർ പറയും നമ്മൾ ഷെയർ ചെയ്യണം നമ്മുടെ വിഷമം കുറയാൻ. പക്ഷേ ആ ഷെയർ ചെയ്തിട്ട് നമ്മുടെ വിഷമം കുറയുന്നതിന് വിഷമം കൂടുവാണെങ്കിൽ നമ്മൾ പറയാതിരിക്കുന്നതല്ല നല്ലത്. അതുകൊണ്ട് പറഞ്ഞില്ല. പക്ഷേ നിങ്ങൾ എൻ്റെ സപ്പോർട്ടീവ് ആൾക്കാരാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് മാത്രമായിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പം ഇന്നെൻ്റെ മൂന്നാമത്തെ അയൺ ട്രാൻസ്ഫ്യൂഷനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 31 സർജറിയൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ വീഡിയോ എടുത്തുള്ളൂ. 31 എൻ്റെ ഹിസ്റ്ററക്ടമിയാണ്, അതായത് യൂട്രസ് റിമൂവ് ചെയ്യാണ്. ആക്ച്വലി എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു പെങ്കൊച്ചും കൂടെ ഉണ്ടാകണമെന്ന്. പക്ഷേ എനിക്ക് 2 മിസ്കാരേജായി, കുറേ പ്രോബ്ലംസ് ഉണ്ട്. അപ്പം നടക്കത്തില്ല എന്ന് എനിക്ക് തന്നെ ഉറപ്പായിരുന്നു. അപ്പം എനിക്ക് 70 ഡേയ്സ് 80 ഡേയ്സ് ബ്ലീഡിങ് ആയിട്ട്, ഹെവി ബ്ലീഡിങ്, വെരി പെയിൻഫുൾ, ബിഗ് ക്ലോട്ട്സ്. ഞാൻ അത് വെച്ചിട്ടാണ് ഇടിയിൽ പോയി ജോലി ചെയ്തത്. പക്ഷേ എന്താ പറയുക, നമുക്ക് വയ്യെങ്കിൽ നമ്മൾ സപ്പോസ് ജോലിക്ക് പോയത്, അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ മേല. ബ്ലഡ് ഷുഗർ ഡ്രോപ്പ് ആവുന്നു, അയൺ ഡ്രോപ്പ് ആവുന്നു, തലകറങ്ങി ഞാൻ ജോലി ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നത്. അത് സേഫല്ല, എനിക്കുമല്ല പേഷ്യൻസിനുമല്ല. ബട്ട് ഞാൻ ചെയ്തു. കാരണം നമ്മുടെ നിവൃത്തികളുണ്ട്. നമുക്ക് നമ്മുടെ സാലറി കിട്ടിയില്ലേ നമ്മുടെ ബില്ലുകളും കാര്യങ്ങളൊന്നും പോകത്തില്ല. നമ്മൾ ഒത്തിരി സിക്കായി, അതും പ്രശ്നമാണ്. പക്ഷേ എനിക്കൊരു നിവൃത്തിയില്ലാത്തൊരു സമയം വന്നു. ഭയങ്കര തലകറക്കമായി, ഞാൻ നിർത്തി. അന്നേരം എൻ്റെ HB 68 ആയിരുന്നു. ബ്ലഡ് ഷുഗർ 1.9 ഡ്രോപ്പ് ചെയ്തു. നെക്സ്റ്റ് ഡേ 2 ആയിരുന്നു. തലകറക്കം എന്ന് പറഞ്ഞാൽ അന്യേ തലകറക്കമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ GPന് ഫോം വിളിച്ചു, ഒരു ബ്ലഡ് റിക്വസ്റ്റ് തരാമോ എന്ന് ചോദിച്ചു. അവർ 3 ദിവസം കഴിഞ്ഞിട്ടാണ് റെസ്പോണ്ട് ചെയ്തത്. അന്നേരത്തിനും ലക്കിലി എൻ്റെ ബ്ലീഡിങ് സ്റ്റോപ്പായി കഴിഞ്ഞപ്പോഴത്തേനും അവരെനിക്ക് ബ്ലഡ് ഫോം ചെയ്തു. എന്നിട്ട് പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് January 4th അവൈലബിൾ ഉള്ളെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് സർജറി 31st ആണ്. സോ എനിക്ക് ബ്ലഡ് ഫോം തന്നാൽ മതി, ഞാൻ എങ്ങനെയെങ്കിലും പോയി ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ബ്ലഡ് ഫോം തന്നു, ബ്ലഡ് റിക്വസ്റ്റ് ഫോം. അപ്പം ഞാൻ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇപ്പം അപ്പോയിൻമെൻറ്റ് വേണം ബ്ലഡ് എടുക്കാനായിട്ട്. ഞാൻ വിളിച്ചിട്ട് അവർ ആരും ഫോൺ എടുക്കുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്ത് പോകണമെങ്കിൽ എനിക്കിവിടെ ആരും ഇല്ലായിരുന്നു. ഭയങ്കര തലകറക്കം വെച്ചിട്ട് എനിക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ നമ്മുടെ ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അപ്പോഴത്തേന് 91 HB എന്ന് പറഞ്ഞു. എന്നിട്ടും ഡോക്ടർ എനിക്ക് ഒരു റിപ്ലൈ ഇല്ല. 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി എന്നോട് പറഞ്ഞു ഫോളിക് ആസിഡ് കഴിച്ചാൽ മതി, ഒരു 5 milligram എന്ന്. ആ ഫോളിക് ആസിഡ് 5 milligram കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വയറുവേദന, ഭയങ്കര പെയിനാണ്, കോൺസ്റ്റിപ്പേഷൻ, ഭയങ്കര ബ്ലോട്ടിങ്. എനിക്ക് ഇത്രയും വർഷമായിട്ട് ഞാൻ അയൺ ടാബ്ലറ്റ് വെച്ചിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. ആദ്യമായിട്ടാണ്, ഞാൻ റിയലി വറീഡായിരുന്നു. ഞാൻ എന്നിട്ട് ആ ഡോക്ടറെ വിളിച്ച് പറഞ്ഞു. പുള്ളി പറഞ്ഞു എന്നാൽ നീ അത് കുറയ്ക്ക്, 1 milligram ആക്കി തരാമെന്ന്. പക്ഷേ കഴിക്കണമില്ലെങ്കിൽ ന്യൂറോളജിക്കൽ പ്രോബ്ലം ഉണ്ട്. എന്നിട്ടും അവരെ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യണം എന്ന് ചിന്തിച്ചില്ല. ഇത്രയും എനിക്ക് ബ്ലഡ് ലോസ് ആകും സർജറിക്ക്, എന്നാൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുകയെന്ന് അവർ ചിന്തിച്ചില്ല. ഓക്കെ, എന്നിട്ട് ഞാൻ പ്രിയോപ്പിന് പോയപ്പം ആ നേഴ്സ് പറഞ്ഞു 91 HB, അയൺ ഫോളേറ്റ് കുറവാണ്, ഫെർട്ടിൻ കുറവാണ്. സോ നിനക്ക് ട്രാൻസ്ഫ്യൂഷൻ വേണം, ഞാൻ അർജൻറ്റ് ബ്ലഡ് റിവ്യൂ ഡോക്ടറിന് വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ അർജൻറ്റ് ബ്ലഡ് റിവ്യൂ വിട്ടിട്ട് ഒരാഴ്ചയായിട്ട് ഒരു റിപ്ലൈ ഇല്ല. അപ്പം ഞാൻ ഓർത്ത് എല്ലാം ഓക്കെ, അപ്പോൾ ഈ 91 വെച്ചിട്ട് സർജറി ചെയ്യാം, കുഴപ്പമില്ലായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ബ്ലീഡിങ് ഇപ്പം ഇല്ലല്ലോ എന്ന് വിചാരിച്ചു. ഇന്നലെ എന്നെ പണ്ട് പോലെ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ ഡോക്ടറുണ്ട്. പുള്ളിക്കാരൻ ഞാൻ എപ്പോഴും എൻ്റെ വർക്ക് ഇമെയിലിൽ നിന്നാണ് ഇമെയിൽ വിട്ടുണ്ട്. അങ്ങനെയാണ് എൻ്റെ സർജറിയൊക്കെ ഇത്രയും പെട്ടെന്ന് നടത്തിത്തത്. പുള്ളി ഭയങ്കര സപ്പോർട്ടീവാണ് കേട്ടോ. എൻ്റെ എല്ലാ പ്രശ്നവും ഞാൻ പുള്ളിക്കാരനോട് എൻ്റെ ഇമെയിലാണ് ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ മൈൻഡ് വർക്ക് ചെയ്യുന്നുമില്ലായിരുന്നു. പിന്നെ ഹോളിഡേ സീസണാണല്ലോ ഇവിടെ, ക്രിസ്മസിൻ്റെ തലേദിവസം, ക്രിസ്മസ്, ന്യൂ ഇയർ എല്ലാം കുറേ നാളായിട്ട് ഹോളിഡേ ആയിരുന്നു. അപ്പോൾ ഡോക്ടറിന് അവധിയായിട്ട് ഡോക്ടർ ഇന്നലെ വന്ന് നോക്കിയപ്പോഴാണ് എൻ്റെ ബ്ലഡ് ടെസ്റ്റ് കണ്ടത്.
അപ്പം തന്നെ പുള്ളി വിളിച്ചു, രശ്മി നീ എന്താ എന്നോട് പറയുക, നിനക്ക് എൻ്റെ ഇമെയിലിൽ നിനക്ക് മെസ്സേജ് വിടാൻ മേലായിരുന്നു, നിനക്ക് ട്രാൻസ്ഫ്യൂഷൻ വേണം, ഇത്രയും വലിയ സർജറി അല്ലേ, അപ്പം ബ്ലഡ് ഒത്തിരി ലോസാകും എന്ന് പറഞ്ഞ് പുള്ളി എന്നെ ഇന്നലെ വൈകുന്നേരം വിളിച്ചു. ഇന്ന് എന്നോട് എത്രയും പെട്ടെന്ന് പോയി ട്രാൻസ്ഫ്യൂഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു നല്ല ഡോക്ടറെ. എനിക്ക് പല കാര്യങ്ങൾ കൊണ്ടും നമ്മൾ ഒത്തിരി സ്ട്രെസ്ഡാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചുറ്റുമുള്ള ആൾക്കാർ നമ്മളെ കൂടുതൽ വേദനിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഒത്തിരി നമ്മൾ ഡിസ്ട്രാക്റ്റ് ആകും. നമുക്കൊരു ഹെൽപ്പില്ല. രാജേഷിൻ്റെ ലീവിൻ്റെ കാര്യത്തിനൊക്കെ ഞങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു ഒരു ഓഫ് കിട്ടാനായിട്ട്. കാരണം ഒരു സപ്പോർട്ടീവ് അല്ലാത്ത ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് പല പല ടെൻഷനാണ് നമ്മുടെ തലയിൽ കൂടെ പോകുന്നത്. പല കാര്യങ്ങളും നമ്മൾ മറന്നു. എൻ്റെ ഒരു മിസ്റ്റേക്ക്. എനിക്ക് ഡോക്ടറിനെ തന്നെ എനിക്ക് പേഴ്സണലായിട്ട് ഇമെയിൽ വിട്ടാൽ മതിയായിരുന്നു. പുള്ളി എനിക്ക് പെട്ടെന്ന് ട്രാൻസ്ഫ്യൂഷൻ അറേഞ്ച് ചെയ്തതിന് ഞാൻ ബെറ്റർ ആയതിന്. അപ്പം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം എന്നാ പറയുന്നത്, ഈ ട്രാൻസ്ഫ്യൂഷൻ കഴിഞ്ഞ് ബ്ലഡിൻ്റെ കൗണ്ട് നന്നായിട്ട് കൂടിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് സർജറി ചെയ്യാൻ പറ്റുള്ളൂ. അത് പോസ്റ്റ്പോൺ ആകരുതെന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ. കാരണം ഒത്തിരി വർഷമായി ഞാൻ കാത്തിരിക്കും ഈ സർജറിക്ക് വേണ്ടിയിട്ട്. കാരണം ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ ഒരു സർജറി ചെയ്യണമെങ്കിൽ ഒത്തിരി നാൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടക്കണം എന്നറിയാമോ. ഇനി എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ജോലിയുടെ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇടിയിൽ അത്രയും തിരക്കാണ്. ഈ ബ്ലീഡിങ്ങും വെച്ചിട്ട് എനിക്ക് ജോലി ചെയ്യാനേ പറ്റുന്നില്ല. പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാഫ് റൂമൊക്കെ ടോപ്പ് ഫ്ലോറിലും നമ്മൾ വർക്ക് ചെയ്യുന്ന താഴത്തെ ഫ്ലോറിലുമാണ്. യാത്ര ചെയ്യാമെന്ന് മീൻസ് അത്രയും നേരം അവിടെ പോയി നമ്മൾ പാടെടുത്തുകൊണ്ട് ചേഞ്ച് ചെയ്യുമ്പോഴത്തേനും ഞാൻ ബ്ലീഡിങ് സോക്കിങ് പറ്റാം. എന്താ പറയാനാ. അപ്പം ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ട്രാൻസ്മിഷൻ കഴിഞ്ഞിട്ട് വന്നിട്ട് പറയാം കേട്ടോ. എല്ലാം ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം എൻ്റെ ഡോക്ടറാണെങ്കിൽ അയൺ ട്രാൻസ്ഫ്യൂഷന് ആ വാർഡിലേക്ക് വിളിച്ച് പറഞ്ഞ് ആണ് അയൺ ട്രാൻസ്ഫ്യൂഷൻ എല്ലാം റെഡിയാക്കി വെച്ചത്. അവർ ഒത്തിരി പ്രാവശ്യം ക്യാനിലിടാൻ വേണ്ടി ട്രൈ ചെയ്തു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ വെയിനെല്ലാം കൊളാപ്സ് ആകുമായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ അവസാനം 5 പ്രാവശ്യം അവിടെ ട്രൈ ചെയ്തിട്ട് 6ാമത്തെ പ്രാവശ്യം ഇഡിയിൽ പോയി എൻ്റെ ഒരു കൊളീഗ് കാണിട്ട് വന്ന് മാനേജറോട് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അവർ അനസ്തെറ്റിസ്റ്റിനെ വിളിച്ചിട്ട് ക്യാനിലിടാമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. എനിവേ ഇത് ഞാൻ ഡേ സർജറിയിൽ എൻ്റെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരുന്ന ഡേയിൽ ഞാനവിടെ പോയി എല്ലാം ഗെറ്റ് റെഡി ആവുമായിരുന്നു. അപ്പോൾ ഇതെന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നതിന് നെക്സ്റ്റ് റൂമിൽ ഇരിക്കുവാണ് ഞാൻ. അപ്പം ഞാനാണെങ്കിൽ അന്ന് അയൺ ട്രാൻസ്ഫ്യൂഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ അയൺ ട്രാൻസ്ഫ്യൂഷന് മുന്നേ ഞാനിവിടെ എൻ്റെ മെഷീൻ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടല്ലോ, അക്യുചെക്കിൻ്റെ മെഷീനിൽ ചെക്ക് ചെയ്തപ്പോൾ 63 ആയിരുന്നു. അപ്പോൾ 63 ആയതുകൊണ്ടും പിന്നെ അതുമാത്രമല്ല എനിക്ക് ഹെവി ബ്ലീഡിങ് ആയിരുന്നു കുറേ നാളായിട്ട്. അത് പിന്നെ ഭയങ്കര ഡിസിനെസ് ആയിരുന്നു, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് പോലെയൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ GPയോട് റിക്വസ്റ്റ് ചെയ്ത് ഒരു ബ്ലഡ് റിക്വസ്റ്റിൻ്റെ ഫോം കേട്ടോ. റീസൺസ് ഇല്ലാതെയല്ല. പിന്നെ എന്താ പറയുക, അപ്പം ഞാൻ അയൺ ട്രാൻസ്ഫ്യൂഷൻ ചെയ്തു. കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേനും എനിക്ക് മെഷീനിൽ ചെക്ക് ചെയ്തപ്പോൾ 102 ആയിരുന്നു. അപ്പം ഞാൻ ഹാപ്പിയായി. കാരണം ഫസ്റ്റ് ഡേ തന്നെയാണ് അയൺ ട്രാൻസ്ഫ്യൂഷൻ കഴിഞ്ഞിട്ട്. അപ്പം രാജേഷിനാണെങ്കിൽ പിന്നെ 3 ദിവസം ആക്ച്വലി ലോങ് ഡേ ആയിരുന്നു. അതായത് എനിക്ക് തോന്നുന്നു ഫ്രൈഡേ ആയിരുന്നു എൻ്റെ അയൺ ട്രാൻസ്ഫ്യൂഷൻ തോന്നുന്നു. സാറ്റർഡേ, സൺഡേ, മൺഡേ 3 ദിവസം ലോങ് ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഇനി അയൺ ട്രാൻസ്ഫ്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ 102 ആയി. അപ്പോഴേതിനും എന്തൊക്കെ പറഞ്ഞാലും അത് കറക്റ്റ് നോർമലായിരിക്കും, ഒരു കുഴപ്പമില്ല, വറിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെയാണ് ഓപ്പറേഷന് വേണ്ടിയിട്ട് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എൻ്റെ പ്രീവിയസ് HBയുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 91 ആണ്. അപ്പോൾ ഞാൻ എന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, ഗൗണൊക്കെ ഇട്ടു, എന്താ പറയുക, ബാക്കി എല്ലാ ഒബ്സർവേഷനും കാര്യങ്ങളും എല്ലാം ചെയ്തു. ഡോക്ടർ ഓരോരുത്തരായിട്ട് വന്ന് കണ്ടു, കൺസെൻ്റൊക്കെ എടുത്തു, എല്ലാം ഫില്ല് ചെയ്തു, നഴ്സ് എല്ലാ കാര്യങ്ങളും ചെയ്തു. അനസ്തെറ്റിസ്റ്റ് വന്ന് കണ്ടപ്പോൾ അതിന് പുള്ളിക്കാരത്തി പറഞ്ഞു, നിൻ്റെ പ്രീവിയസ് HB റിസൾട്ട് 91 ആണ്. സോ എനിക്കത്ര ഉറപ്പൊന്നുമില്ലെന്നല്ല, ബിക്കോസ് എനിക്കൊന്ന് കൺഫേം ചെയ്യാനായിട്ട് എനിക്ക് ഒന്നും കൂടി HB ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും നമ്മുടെ ഗൈനി കൺസൾട്ടൻറ്റ് എൻ്റെ HB ആൻഡ് ഗ്രൂപ്പ് ആൻഡ് സേവിനുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അപ്പം ഞാനാണെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി 31-നായിരുന്നു എൻ്റെ സർജറി. 30th മുതൽ എനിക്ക് ബ്ലീഡിങ് തുടങ്ങി. 30th അത്ര വലിയ ബ്ലീഡിങ് ഒന്നും ഇല്ല, സ്ലൈറ്റ് ബ്ലീഡിങ് ഉള്ളത്. പക്ഷേ എനിക്ക് സർജറി അപ്പോയിൻമെൻറ്റ് പറഞ്ഞിരുന്നത് 12:30 ആയിരുന്നു എൻ്റെ സർജറി ടൈമെന്ന് എനിക്ക് തോന്നുന്നത്.
അപ്പോഴത്തേനും എനിക്ക് അത് 1:30 സംതിങ് അപ്പോഴത്തേനും ഞാൻ ഓർത്തൊരു 11 മണിയൊക്കെ ആകുമ്പോൾ 12 മണി കഴിയുമ്പോഴത്തേക്കും ചെന്നാൽ മതിയല്ലോ, ഡേ സർജറി നമ്മൾ ഒത്തിരി നേരത്തെ പോയിരിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എന്നോട് നേരത്തെ ചെല്ലാൻ വേണ്ടി പറഞ്ഞു, ഒന്നാമതിൻ്റെ ബ്ലഡ് ഷുഗറൊക്കെ കുറയുന്നതാണ്. അപ്പോൾ 7 o'clock എന്നോട് ചെല്ലാൻ വേണ്ടി പറഞ്ഞായിരുന്നേ. അപ്പോൾ ഞങ്ങൾ 6:30 ആയപ്പോൾ മുതൽ അവിടെ ചെന്നു. 6:30 മുതൽ എനിക്ക് ഭയങ്കര ഹെവി ബ്ലീഡിങ്, ഇവിടുന്ന് പോയപ്പോൾ മുതലേ ബ്ലീഡിങ് ആയത്. പിന്നെ നിൽ ബൈ മൗത്താണ്. അപ്പം എൻ്റെ ബ്ലഡ് ഷുഗർ കുറയും, അതിൻ്റെ ഒരു സ്ട്രെസ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ലിബ്ര വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മൊബൈലിൽ കാണാൻ എൻ്റെ ബ്ലഡ് ഷുഗർ കുറയുന്നുണ്ടോ ഇല്ല, അപ്പോൾ എനിക്കത് അനുസരിച്ച് പറയാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ലക്കിലി ബ്ലഡ് ഷുഗർ ഒട്ടും കുറഞ്ഞില്ല. ബട്ട് ഭയങ്കര ഹെവി ബ്ലീഡിങ് ആണ്. അവിടെ ചെന്നപ്പം മുതൽ ഹെവി ബ്ലീഡിങ് ആണ്, ഭയങ്കര ക്ലോട്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ബ്ലഡ് മൊത്തം ലൂസ് ആവുകയാണല്ലോ. അപ്പം എനിക്ക് HB ടെസ്റ്റ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു ഹാഫ് ആൻ അവറിൽ ബ്ലഡ് ടെസ്റ്റ് വരുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയെല്ലാം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എന്നെ അവിടുന്ന് മറ്റുള്ള സർജറി ചെയ്യേണ്ട മറ്റുള്ള ഓരോരോ പേഷ്യൻസ് ഉണ്ടല്ലോ, അവരെല്ലാവരെയും കൂടെ കൂട്ടി ഒരു റൂമിൽ ഇരുത്തി. അപ്പം ഓരോരുത്തരായിട്ട് വന്ന് വിളിക്കുവാണേ. എൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. അപ്പം എൻ്റെ സമയമായി. എന്നിട്ട് മിക്കവരും വിളിച്ചു പോയി. എന്നിട്ടും എന്നെ മാത്രം വിളിക്കുന്നില്ല. അവസാനം ഞാനൊരു പേഷ്യൻറ്റ് മാത്രമായി. അതിനപ്പോൾ എന്നെ വന്ന് വിളിച്ചു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എന്താവും ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല. അന്നേരത്തിനും അത് പറഞ്ഞു എന്നെ അയൺ തന്നതിനേക്കാളും എൻ്റെ HB ലോ ആയിപ്പോയെന്ന് പറഞ്ഞു. അതായത് എൻ്റെ 102 ആയിരുന്നു ഫസ്റ്റ് ഡേയിൽ അയൺ തന്നിട്ട് 102 ആയി ഞാനാണ്. അത് 89 ഡ്രോപ്പ് ആയെന്ന്. അപ്പോൾ എന്നോട് അനസ്തറ്റിസ്റ്റും ഗൈനി കൺസൾട്ടൻറ്റും സർജനും എല്ലാം കൂടെ വന്നിട്ട് പറഞ്ഞു നമുക്ക് സർജറി ചെയ്യാൻ പറ്റത്തില്ല, കാരണം നീ ഓൾറെഡി ഭയങ്കര അനീമിക്കാണ്. ഇപ്പം അയൺ തന്നു എന്നിട്ടും നിൻ്റെ ബോഡി അത് റിക്കവർ ആകുന്നില്ല. അത് ഡ്രോപ്പ് ചെയ്തു 89. നമ്മുടെ പോളിസി അനുസരിച്ച് HB 100 ആണെങ്കിൽ നമുക്ക് ഏത് സർജറി ആണെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ, എലക്റ്റീവ് സർജറി. പിന്നെ അത് മാത്രമല്ല എനിക്ക് ഭയങ്കര ഹെവി ബ്ലീഡിങ് ആണ്. പിന്നെ അനദർ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ഹിസ്റ്ററക്ടമിയാണ് എനിക്ക് ചെയ്യുന്നത്. അതായത് കീ ഹോൾ സർജറി അല്ല ചെയ്യുന്നത്. നേരത്തെ എനിക്ക് പ്രീവിയസ് 2 സർജറിയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അതായത് ഒരു ഇൻസിഷനും ഒന്നും ചെയ്യാതെ ത്രൂ വജൈനാൽ കൂടി സർജറി ചെയ്തതാണ്. അത് ഫൈബ്രോ റിമൂവ് ചെയ്യാൻ ട്രൈ ചെയ്ത 2 പ്രാവശ്യം ചെയ്തതാണ്. ഇപ്പം ചെയ്യുന്നത് ലാപ്രോട്ടമിയാണ്. അതായത് കംപ്ലീറ്റ് അബ്ഡമിനൽ ഇൻസിഷൻ, അതായത് എന്താ പറയുക, ഓപ്പൺ ചെയ്തിട്ടാണ് സർജറി ചെയ്യുന്നത്. കീഹോൾ അല്ല, താക്കോൽ ദ്വാര ശസ്ത്രക്രിയ അല്ല ചെയ്യുന്നത്. ഓക്കെ, അപ്പം കുറേയും കൂടെ ബ്ലഡ് ലൂസ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം യൂട്രസ് മാത്രമല്ല ഓവറിയും റിമൂവ് ചെയ്യുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒത്തിരി ലൂസ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഭയങ്കര റിസ്ക് ആണ്. അതായത് എനിക്ക് അനസ്തേഷ്യ തന്നു കഴിഞ്ഞാൽ ഞാൻ റിക്കവർ ആകത്തില്ല, ഹാർട്ടും ലങ്ങും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തില്ല, സർജിക്കൽ ഹൈക്കറെ അഡ്മിറ്റ് ആകേണ്ടി വരും. ഒന്നാമത് നമ്മുടെ ഹോസ്പിറ്റൽ ബെഡും ഇല്ല, ഭയങ്കര ബിസിയാണ്, ഹോസ്പിറ്റൽ ഫുള്ളാണ്. കോറിഡോറിൽ കൂടെയാണ് പേഷ്യൻ്റ് അഡ്മിറ്റ് ചെയ്തേക്കുന്നത്. ഇൻഫെക്ഷനാണ് ഹോസ്പിറ്റലൊക്കെ ഫുള്ള്. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പം എല്ലാവർക്കും എല്ലാം ഒത്തിരി റിസ്ക്കാണ്. അപ്പോൾ എന്നോട് ഞാൻ ഭയങ്കര ഡിസപ്പോയിൻ്റ് ആയി. കാരണം ഞാൻ ഇത്രയും പെയിൻ അനുഭവിക്കുന്നു, ഇത്രയും ബ്ലീഡിങ് ആണ്. അപ്പം രാവിലെ എന്നെ സർജൻ കാണാൻ വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര പെയിനാണ്, അബ്ഡോമിനൽ പെയിനാണ്, പിന്നെ ഭയങ്കര ബ്ലീഡിങ് ആണെന്ന്. പുള്ളിനെ പറഞ്ഞു ഡോണ്ട് വരി രശ്മി, വിത്തിൻ 2 hours എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ് എന്ന്. വിത്തിൻ 2 hours അല്ല, അന്നേരമാണ് സർജറിയുടെ സമയം. അപ്പോൾ സർജറിക്ക് കയറി കഴിഞ്ഞപ്പോൾ ഞാനൊന്നും അറിയുന്നില്ല. സർജറി കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പ്രശ്നവും സോൾവ് ആവുമെന്ന് പുള്ളി പറഞ്ഞു. കാരണം എന്നാ പറയുന്ന കുറേ വർഷങ്ങളായിട്ട് എൻ്റെ ഈ പ്രോബ്ലം ഉണ്ടെന്ന് പുള്ളിക്കറിയാം. പുള്ളിയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നല്ലൊരു ഡോക്ടറുണ്ട്, ഇത്രയും നല്ലൊരു ഡോക്ടറൊന്നും പറയണ്ട. എൻ്റെ എല്ലാ പ്രോബ്ലംസും നന്നായിട്ട് ലിസൺ ചെയ്യും, എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. പിന്നെ നമ്മളവിടെ വർക്ക് ചെയ്യുന്നതിൻ്റെ കുറേ ഒരു കൺസിഡറേഷൻ പുള്ളി എനിക്ക് തരുന്നുമുണ്ട്. കാരണം നമ്മൾ ഇത്രയും സഫർ ചെയ്യുന്നു, ഇവിടെ ജോലി ചെയ്തിട്ട് പോലും നമുക്കൊന്നും നടക്കുന്നില്ലല്ലോ, അതിൻ്റെ ഒരു ഇതുമുണ്ട്. എനിവേ, അപ്പോൾ എന്നോട് പറഞ്ഞു നീ ആണെങ്കിൽ നിൻ്റെ ഹസ്ബൻഡിനോടൊന്ന് വിളിക്കാൻ പറഞ്ഞു, ഹസ്ബൻഡിനോടൊന്ന് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ രാജേഷിനെ വിളിച്ചപ്പോൾ നീ അയ്യോ ഇത്രയും നമ്മളെന്ത് ചെയ്തില്ലേ, നീ എങ്ങനെയെങ്കിലും റിസ്ക് ചെയ്യാം എന്നൊക്കെ പറയാൻ പറഞ്ഞു. എനിക്കും അത് തന്നെയാണ് താല്പര്യം. എനിക്കും റിസ്ക് എടുത്ത് എങ്ങനെയെങ്കിലും സർജറി ചെയ്ത് ഈ പരിപാടി, ഈ സാധനം നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുത്തങ്ങ് കളഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ബാക്കിയുള്ള പ്രോബ്ലംസിൽ നമ്മൾ എത്രത്തോളം മെഡിക്കേഷൻസ് എടുത്താലും ഈ സംഭവം ഈ പ്രൈമറി കോഴ്സ് ഇവിടെ തന്നെ ഇരിക്കുമല്ലോ, അതുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കില്ല. ഞാൻ
ഭയങ്കര ഡിസപ്പോയിൻറ്റ്. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ചേച്ചിയുണ്ട്, ആ ചേച്ചീനെ വിളിച്ചു. ചേച്ചീനെ ഇപ്പോൾ പറഞ്ഞു എങ്ങനെയെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം, സർജറി നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അമ്മേനെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ആകെ ഒരു ടെൻഷൻ. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ വന്നു, എന്നോട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ സംസാരിക്കാൻ വരാറുണ്ട്. അപ്പോൾ അവർ എൻ്റെ സർജനും കൺസൾട്ടൻറ്റും വന്നു. അനസ്തറ്റിസ്റ്റ് വേറെ സർജറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് റിസ്ക് എടുക്കാൻ തയ്യാറാണ്. ഞാൻ ഹസ്ബൻഡിനോടും പറഞ്ഞു. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും സർജറി ചെയ്യണം, എനിക്ക് പ്രോബ്ലം ഒന്ന് മാറ്റണം, അതാണ് എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു എനിക്കറിയാം നീ ഒത്തിരി നാളായിട്ട് സഫർ ചെയ്യാൻ പറഞ്ഞു. പെയിനും ബ്ലീഡിങ്ങും ഞാൻ എത്ര നാളായിട്ട് സഫർ ചെയ്യും, എന്ത് സംഭവിച്ചാലും വേണ്ടിയില്ല. അപ്പം ഞാൻ ഒത്തിരി ബ്ലീഡിങ് ഒന്നും ആകത്തില്ലെന്ന് ഞാൻ ഹോപ്പ് ചെയ്യുക. അതേ എനിക്കിപ്പം കറക്റ്റായിട്ട് പറയാൻ ഞാൻ ആസ്ട്രോളജിസ്റ്റ് ഒന്നും അല്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ ഞാൻ അനസ്തറ്റിസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുള്ളി ഡിസ്കസ് ചെയ്യാനെന്ന് പറഞ്ഞ് പോയിട്ട് ഞാൻ നോക്കിയിട്ട് വരുന്നേ ഇല്ല. അപ്പോൾ 1:30 ആയിട്ടോ. സപ്പോസ് ടു ബി എൻ്റെ ടൈം 12:30 ആണ്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അനസ്തറ്റിസ്റ്റ് എഗ്രി ചെയ്തിട്ടില്ല, സർജറി ചെയ്യാൻ സാധിക്കത്തില്ല സർജറി എന്ന് എനിക്ക് മനസ്സിലായി. അന്നേരത്തേനും ഞാൻ എക്സോസ്റ്റഡ്. കാരണം ഒന്നാമത് ഒരു ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, എൻ്റെ ബ്ലഡ് ഷുഗർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ അവന് ഉറങ്ങുന്നേ ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ക്ഷീണം എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുത്തെ സപ്പോർട്ട് വർക്കറോട് പറഞ്ഞു എനിക്കറിയില്ല അനസ്തറ്റിസ്റ്റ് ഇതുവരെ തിരിച്ചു വന്നില്ല, എനിക്ക് ഭയങ്കര ക്ഷീണമാണെന്ന്. അപ്പം പുള്ളിക്കാരത്തി ഞാനിവിടെ ചേറെ ഇരിക്കുവാണല്ലോ, ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അവിടെ ഇരിക്കുകയാണ് എന്നെ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ എന്നെയാണേ പറഞ്ഞു വാ നീ അവിടെ അകത്തുനിന്ന് റൂമിൽ കിടന്നു, അവിടെ ഒരു ട്രോളി ഉണ്ട് അവിടെ കിടന്നു റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു. എന്നിട്ട് വേറൊരു സ്റ്റാഫ് ഊറ്റിയിലേക്ക് ഫോൺ വിളിച്ചിട്ട് ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പം വേറൊരു അനസ്തറ്റിസ്റ്റാണ്. അപ്പോഴത്തേനും ആണെങ്കിൽ ഞാനവിടെ കിടന്നു റെസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇവർ OTയിലേക്ക് ഫോൺ വിളിച്ച് ചോദിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും അനസ്തറ്റിസ്റ്റും സർജനും പിന്നെ കൺസൾട്ടൻറ്റും എല്ലാവരും കൂടെ വന്നിട്ട് അവർ പറഞ്ഞു പിന്നെ രശ്മി എന്ത് പറഞ്ഞാലും നമുക്ക് സർജറി ചെയ്യാൻ പറ്റത്തില്ല പറഞ്ഞു. ഇതാണ് റീസൺസ്, നേരത്തെ പറഞ്ഞ റീസൺസ് തന്നെ. അപ്പോൾ അവർ പറഞ്ഞു അതിനൊരു പ്ലാൻ നമുക്ക് ചെയ്യാം, ഈ മാസം തന്നെ നിൻ്റെ സർജറി ഞങ്ങൾ ചെയ്യാം. ബട്ട് ബിഫോർ ദാറ്റ് പിന്നെ സർജറിക്ക് മുമ്പ് നമുക്ക് ആദ്യം ബ്ലീഡിങ് മൊത്തം സ്റ്റോപ്പ് ചെയ്യണം. അപ്പം നമുക്ക് ട്രാൻസാക്സാമിക് ആസിഡ്, അത് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനുള്ള മെഡിക്കേഷൻ നിനക്ക് തരാം. അതുപോലെ ഹോർമോണൽ ടാബ്ലറ്റ്, പ്രൊജസ്ട്രോണിൻ്റെ ടാബ്ലറ്റ്, പ്രൊവീറ എന്നുള്ള ടാബ്ലറ്റും പ്രിസ്ക്രൈബ് ചെയ്യുക. അത് സർജറി വരെ കഴിക്കുക. അതായത് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യും, അതുപോലെ തന്നെ ബ്ലീഡിങ് ഉണ്ടാവാതെ സർജറി വരെ അങ്ങനെ പോകും. അപ്പം നമുക്കൊന്ന് അയൺ മെയിൻറ്റെയിൻ ചെയ്യാമല്ലോ. പിന്നെ സർജറിക്ക് 3 ദിവസം മുമ്പ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. അത് HB പിന്നെ ഗ്രൂപ്പ് ആൻഡ് സേവിങ് ചെയ്ത് വെക്കാം ഇൻ കേസ് എനി എമർജൻസി ഉണ്ടെങ്കിൽ. എന്നിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ HBയുടെ അല്ലെങ്കിൽ അതിൻ്റെ ലെവൽ കുറവാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്ത് അപ്പോഴത്തേനും സർജറിക്ക് റെഡിയാകും, അപ്പോൾ പ്രിപ്പയർ ആകാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ വിട്ടു. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് മൈ ഗോഡ്, ഈവൻ ട്രാൻസാക്സാമിക് ആസിഡ് കഴിച്ചു, ഈ പ്രൊവീറയുടെ ടാബ്ലറ്റ് കഴിച്ചു. 3 ദിവസം കഴിച്ചിട്ടോ ഒരു കുറവില്ല, ബ്ലീഡിങ്. പിന്നെ എനിക്ക് ഭയങ്കര തലകറക്കം, ഭയങ്കര ക്ഷീണം, അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാനിവിടെ ഇങ്ങനെ ഇവിടെ സോബയിൽ കിടന്നു. രാജേഷിന് വയ്യ, രാജേഷിന് ഭയങ്കര പല്ലുവേദനയും കാര്യങ്ങളൊക്കെ. അപ്പോൾ രാജേഷ് മുകളിൽ പോയി കിടക്കുമായിരുന്നു. അപ്പോഴത്തേനും ഞാൻ നോക്കിയിട്ട് എനിക്ക് ഇവിടെ നിന്ന് സോബയിൽ നിന്നൊന്നും എഴുന്നേക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ രാജേഷിനോട് പറഞ്ഞു രാജേഷ് എനിക്ക് ഒട്ടും പറ്റുന്നില്ല. രാജേഷ് എന്നോട് പറഞ്ഞു ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേനും അയണിൻ്റെ ഇത് കാണിക്കുന്നത് എന്നാ പറഞ്ഞാൽ 53 കാണിക്കുക, 53.5, 5.35 എന്നങ്ങാണ്ട്. അത് നമ്മൾ 100ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 53 ആണ്. നമ്മുടെ മെഷർമെൻറ്റ് യൂണിറ്റ് 12 to 40 എന്നുള്ളൊരു മെഷർമെൻറ്റ് mg per dl എന്ന് പറഞ്ഞുള്ളതുണ്ടല്ലോ. അല്ലാതെ നമ്മൾ 100ലേക്ക് യൂണിറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും അത് 53 ആണ്. അങ്ങനെ നോക്കിയപ്പോൾ ഭയങ്കര ഉറപ്പ്. അപ്പം ഞാൻ ഓർത്ത് കഴിയുമ്പോൾ അന്നേരം 3 മണി ആയേ. അപ്പം ഞാൻ ഓർത്ത് കഴിയുമ്പോൾ 3 മണിയായി. ഞാനത് 1:30ക്കാണ് ചെക്ക് ചെയ്തു കേട്ടോ HBയെ. എന്നിട്ട് ഞാൻ ഓക്കെ കുഴപ്പമില്ല എന്ന് ഇവിടെ കിടക്കുമായിരുന്നു. അപ്പം എന്നിട്ട് ഞാൻ എൻ്റെ ഡോക്ടറിന് ഞാൻ ഇമെയിൽ വിട്ടു. പക്ഷേ പുള്ളി അതിന് റിപ്ലൈ ചെയ്തില്ല. അപ്പോൾ ഞാൻ പുള്ളി റിപ്ലൈ ചെയ്യുമ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അത് കഴിഞ്ഞ് 3:30 ആയപ്പോഴത്തേനാണ് എനിക്ക് ഭയങ്കര ക്ഷീണം, എഴുന്നേക്കാൻ പറ്റുന്നില്ല, ബോഡിക്കൊക്കെ ഭയങ്കര ഒരു പെയിന്, ഭയങ്കര എന്തൊക്കെയോ അസ്വസ്ഥതകൾ, ശ്വാസം മുട്ടൽ, അങ്ങനെ ഭയങ്കര പ്രശ്നം, തളർന്നു പോകുന്ന പോലെ തോന്നുന്നു എന്നൊക്കെയാണ്. അപ്പോൾ ഞാൻ ഓർത്ത് 53 ആണെന്ന് പറഞ്ഞാൽ എനിക്കിത് റിക്കവർ ചെയ്യാമെന്ന് പറഞ്ഞാൽ
വീട്ടിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യങ്ങളും ഇവിടെ നടക്കത്തുമില്ല. കാരണം ഡോക്ടേഴ്സ് എല്ലാം പോകും. പിന്നെ എന്താ പറയുക, പിന്നെ അവർ എന്തെങ്കിലും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യണോ അല്ലെങ്കിൽ ഇതൊന്നും രാത്രി ചെയ്യത്തില്ലോ എന്ന് വിചാരിച്ച് പിന്നെ എനിക്ക് ഓപ്പൺ ആക്സസ് വന്നിട്ടുണ്ട് കേട്ടോ ഗൈനി വാർഡിൽ. അപ്പോൾ എനിക്ക് എപ്പം വേണമെങ്കിലും ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ എന്താ പറയുക, ഞാൻ അങ്ങോട്ട് പോയേ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ ഡോക്ടർ പെട്ടെന്ന് വന്നു, എന്നോട് പറഞ്ഞു നിനക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം, നിനക്ക് എന്നെ ഫുൾ ഈ ബ്ലഡ് കൗണ്ട് FBC നിനക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നു. അവർ പിന്നെ അപ്പം 2 പ്രാവശ്യം കാനില കുത്തി കിട്ടിയില്ല. മൂന്നാമതാണെങ്കിൽ എന്താ പറയുക, ബട്ടർഫ്ലൈ നീഡിലിട്ടിട്ട് ബ്ലഡ് പുള്ളിക്കാർ പറഞ്ഞ് ബ്ലഡ് നമുക്ക് എത്രയും പെട്ടെന്ന് അയക്കാം, ഇനിയിപ്പം ബ്ലഡ് കുറവാണോ ആണെങ്കിൽ നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്താൽ മതി, വെറുതെ കാല ഇടണ്ടല്ലോ എന്ന് അമ്മ ചോദിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും റിസൾട്ട് ഇപ്പം വരും എന്നൊക്കെ പറഞ്ഞു, പക്ഷെ വന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇനിമേ ട്രാൻസാക്സാമിക് ആസിഡ് തരാം, ബ്ലീഡിങ് നിർത്താം. അപ്പോൾ ഞാൻ ബ്ലീഡിങ് ആണല്ലോ, ബ്ലീഡിങ് നിർത്താമെന്ന് പറഞ്ഞു. അപ്പോൾ കാലില വേണം. എന്നിട്ട് ഞാൻ പിന്നെ അവസാനം അവർ അനസ്തെറ്റിസ്റ്റിനെ വിളിക്കാമെന്ന് പിന്നെയും പറഞ്ഞു. പിന്നെ ഞാൻ എന്നിട്ട് അവസാനം ഇഡിയിലാണെങ്കിൽ എന്നും കാലില ഇടുന്നതുകൊണ്ട് എല്ലാവരും നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്. അത് കാരണം ഒറ്റ പ്രാവശ്യം തന്നെ കുത്തിയാൽ തന്നെ അവർക്ക് കിട്ടും. അപ്പം എന്നാ പറയുന്നത്, ഞാനവിടെ പോയി കാലില ഇട്ടുകൊണ്ട് വന്നു. എന്നിട്ട് അവരെനിക്ക് TX തന്നുകൊണ്ടിരുന്നു. പിന്നെ പെയിൻ മെഡിക്കേഷൻസ് മെഫനാമിക് ആസിഡ് തന്നു, എന്താ പറയുക, പാരസെറ്റാമോൾ തന്നു, പെയിനൊക്കെ മാനേജ് ചെയ്യാനായിട്ട് കേട്ടോ. നല്ല സ്റ്റാഫായിരുന്നു എല്ലാവരും തന്നെ കേട്ടോ. കാരണം അതാണ് നമുക്ക് ആവശ്യം, ഒരു സപ്പോർട്ട്. നമുക്ക് ഒന്നാമത് നമ്മൾ ഭയങ്കര സ്ട്രെസ്സ്, പിന്നെ ബോഡി ഭയങ്കര വീക്ക്, അങ്ങനെയൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ എന്നോട് ഡോക്ടർ അവിടെ എന്നെ നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടർ പറഞ്ഞു റിസൾട്ട് വന്നില്ല. അത് 8 o'clock വരെ പുള്ളിക്കാർ പറഞ്ഞു റിസൾട്ട് വന്നില്ലാന്നേ. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് പോകാൻ നേരമായപ്പോഴത്തേക്കും റിസൾട്ട് വന്നിട്ട് പറഞ്ഞു റിസൾട്ട് വന്നു, നിൻ്റെ HB 89 അങ്ങനെയാണ്ടാന്ന് പുള്ളിക്കാർ പറഞ്ഞെന്ന് തോന്നുന്നു. അങ്ങനെ ഇത്രയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. അല്ല 85 ആയിരുന്നു സംതിങ് എങ്ങാണ്ട് പറഞ്ഞു. അപ്പം കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ. അപ്പം എന്നോട് പറഞ്ഞു എനിവേ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യും രാത്രി. ഇപ്പോൾ ഡേ സ്റ്റാഫ് ഹാൻഡ് ഓവർ കൊടുത്തു കഴിഞ്ഞാൽ നൈറ്റ് സ്റ്റാഫ് ചെയ്യുമെന്ന് പറഞ്ഞു. എന്നിട്ട് നൈറ്റ് സ്റ്റാഫ് വന്നപ്പോൾ നൈറ്റ് സ്റ്റാഫ് ഷോർട്ടാണ്, അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ട്രാൻസാക്സാമിക് ആസിഡ് 3 നേരം തരുമല്ലോ. അപ്പോൾ ബ്ലീഡിങ് ഒക്കെ നിന്ന് കഴിഞ്ഞിട്ട് എന്നാ പറയുന്നത് ബ്ലഡ് തരണോ വേണ്ടതെന്ന് ഡോക്ടർ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ എൻ്റെ സർജൻ വന്നിട്ട് ചെക്ക് ചെയ്ത് പറഞ്ഞു ഇപ്പം ബ്ലഡ് ഒന്നും ടെസ്റ്റ് ചെയ്യേണ്ട, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, അൺനെസസറി റിസ്ക് ആണ്, അത് എടുക്കേണ്ട ആവശ്യമില്ല, കുഴപ്പമില്ല. ഇനി TX തരുന്നുണ്ട്, മെഫനാമിക് ആസിഡ് തരുന്നുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര പെയിൻ ആണെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു, കൊഡീൻ പ്രിസ്ക്രൈബ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കൊഡീന്, മെഫനാമിക് ആസിഡ്, TX ഒക്കെ തരുന്നുണ്ട്. അപ്പം പിന്നെ പറഞ്ഞു നമുക്കൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം എനിക്ക് ഫീലിംഗ് ബെറ്ററായി, കാരണം TX ഓൾറെഡി എനിക്ക് പിന്നെ ചെന്നപ്പം മുതൽ TX തരുന്നിട്ട്. അപ്പോൾ ഓൾറെഡി എനിക്ക് 3 ഡോസ് TX എനിക്ക് ഓൾറെഡി കിട്ടി. അന്നേരത്തേനും തന്നെ എൻ്റെ ബ്ലീഡിങ് കുറച്ച് കുറഞ്ഞു. ഒരു ഏർലി മോർണിംഗ് 3:30 ഒക്കെ ആയപ്പോഴത്തേനും ബ്ലീഡിങ് പതുക്കെ കുറയുന്ന ഒരു ലക്ഷണം പോലെ. അപ്പം ഞാൻ ഡോക്ടർ എനിക്ക് വേദന ഇപ്പോഴും ഉണ്ട്, പക്ഷേ ബ്ലീഡിങ് ഒരു കുറവുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്നാൽ ഞാൻ ഒന്നും കൂടെ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് റിക്വസ്റ്റ് ചെയ്യാം. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് HBയുടെ ലെവലൊക്കെ നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ പിന്നെ എനിക്ക് ഭയങ്കര തലകർക്ക് അപ്പോഴും ഉണ്ട്. അപ്പോൾ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് ഉച്ചയാകുമ്പോഴത്തേനും വീട്ടിൽ വിടാമെന്ന്. അപ്പം ഞാനാണെങ്കിൽ സന്തോഷം രാജേഷിനെയൊക്കെ വിളിച്ചു, കുളിച്ചു, ഡ്രസ്സൊക്കെ മാറി ഞാൻ വീട്ടിൽ പോകാം. എനിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല, നമുക്കൊരു കംഫർട്ടല്ലല്ലോ എന്നൊക്കെ ഇരുന്നു. പക്ഷെ തലകറക്കമുള്ളതുകൊണ്ടാണ് എനിക്കൊരു പേടിയെ. അത് കഴിഞ്ഞ് ബ്ലഡ് റിസൾട്ട് വന്നപ്പോഴത്തേനും അത് ഡ്രോപ്പ് ചെയ്തു, 81 പോയി. തലേ ദിവസം 89 ആയിരുന്ന ആളാണ് ബ്ലീഡിങ് നിർത്തി കഴിഞ്ഞിട്ടും 81 പോയി. 81 പോയി കഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു എന്നാലും നമ്മൾ ബ്ലഡ് അവിടുത്തെ അപ്പം എൻ്റെ ഡോക്ടർ തിയേറ്ററിലേക്ക് പോയായിരുന്നു. അപ്പോൾ ഡോക്ടർ അന്ന് ഓൾ ഡേ അവിടെ ഉണ്ട്. അപ്പോൾ അതിനും 81 ആണെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യണോ വേണ്ടതെന്ന് അറിയില്ല, TX തരാം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇവരൊരു ഡിസിഷൻ എടുക്കുന്നില്ല. ഞാനാണ് അവിടെ കിടന്ന് ഡെസ്പറേറ്റ് ആവും, എനിക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാമെന്ന് പറഞ്ഞ് അഡ്മിറ്റ് ചെയ്ത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനും ചെയ്യുന്നില്ല. നമുക്കൊന്നാമത് വയ്യാതിരിക്കുന്നതുകൊണ്ടല്ലേ നമ്മൾ ഈ റിക്വസ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അവസാനം ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, എൻ്റെ സർജൻ തിയേറ്ററിൽ തന്നെയായിരുന്നു, വന്നില്ല. അപ്പോഴേ ഡോക്ടർ പറഞ്ഞു 81 ആണ്, യു ഹാവ് ടു വീട്ടിൽ പോയി മാനേജ് ചെയ്യൂ, ബിക്കോസ് എന്താ പറയുന്നത്
വീട്ടിൽ ചെന്നിട്ട് മാനേജ് ചെയ്യാം. എന്നിട്ട് സർജറിയുടെ മുന്നേ പണ്ടത്തെ പ്ലാൻ തന്നെ, സർജറിയുടെ മുന്നേ 3 ദിവസം മുമ്പ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അന്നേരം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാം. കാരണം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തില്ലെങ്കിൽ അന്നേരം പിന്നെ സർജറി നടക്കത്തില്ലല്ലോ. അപ്പോൾ എൻ്റെ അനസ്തെറ്റിസ്റ്റ് എഗ്രി ചെയ്തേക്കണേ അറ്റ്ലീസ്റ്റ് HB ലെവൽ 100 ആയാലും സർജറി ചെയ്യണം. അപ്പം ഇവർക്കൊരു പേടിയാണ്, ലൈക്ക് HB 100 ആയില്ലെങ്കിൽ പിന്നെ ഇനി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യണമല്ലോ. അപ്പോൾ ഇപ്പോഴേ വെറുതെ ചെയ്തിട്ട് പിന്നെയും കുറയുമല്ലോ, എൻ്റെ ബ്ലീഡിങ് അപ്പോഴും എനിക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ ഒരു യൂസ് ഇല്ലല്ലോ എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതല്ല, എനിക്ക് ഭയങ്കര ഡിസിയാണ്, ഹസ്ബൻഡ് നെക്സ്റ്റ് വീക്ക് മുതൽ ഡ്യൂട്ടിക്ക് പോകും, ഞാൻ വീട്ടിൽ തന്നെയാണ്, മോന് സ്കൂളിൽ പോകും, ഞാൻ ഭയങ്കര എന്താ പറയുക, ഞാൻ ഒട്ടും ഹാപ്പി അല്ല. ബിക്കോസ് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല, ഞാനൊരു സ്ഥലത്ത് തന്നെ എനിക്ക് ഇരിക്കാൻ പറ്റും, എനിക്ക് എഴുന്നേറ്റ് നടക്കണ്ടേ, എൻ്റെ കാര്യങ്ങൾ ചെയ്യണ്ടേ, എനിക്ക് വേറെ ആരും ഇവിടെ ഇല്ല. അപ്പം എനിക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളിക്കാരി, ഞാൻ പറഞ്ഞു ഞാൻ ഒട്ടും ഹാപ്പി ഇല്ല, എൻ്റെ ഹസ്ബൻഡ് രാജേഷാണെങ്കിലും ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ പെടാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ പറഞ്ഞു മിണ്ടാതിരിക്കും, നമ്മുടെ ഹോസ്പിറ്റൽ, നമ്മൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ, നമ്മുടെ പോളിസി നമുക്കറിയാം, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് എന്നിട്ട് പറയാം ആൻറ്റാബിറ്റൊക്കെ കഴിച്ച് മാനേജ് ചെയ്യുക, മൂവിക്കോൾ തരാം കോൺസ്റ്റിപ്പേഷന്, പിന്നെ പെയിൻ കില്ലേഴ്സ് എല്ലാം കഴിക്കുക, ബ്ലീഡിങ് നിർത്താനുള്ള മരുന്ന് വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അതിന് പുള്ളിക്കാരി ഞാൻ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ടാണോ പുള്ളിക്കാരത്ത് പോയി സർജനെ ഡോക്ടറും ടെക്സ്റ്റ് മെസ്സേജ് ചെയ്തു, അവിടുത്തെ നേഴ്സും ടെക്സ്റ്റ് മെസ്സേജ് ചെയ്തു. കാരണം അവർ പറയുന്നത് ഞാനിങ്ങനെ അയണൊക്കെ തന്നു, അയൺ പിന്നെയും HB പിന്നെയും ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കും, ഇത് ഒട്ടും ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല, മുകളിലേക്ക് പോകുന്നേ ഇല്ല, പിന്നെ എന്താ അങ്ങനെ എന്നെ വീട്ടിൽ വിടുന്നത്, ഞാൻ സേഫ് അല്ലല്ലോ വീട്ടിൽ. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ഇടും. അപ്പോൾ സർജൻ പറഞ്ഞു 2 യൂണിറ്റ് ബ്ലഡ് അങ്ങ് ട്രാൻസ്ഫ്യൂസ് ചെയ്തേക്കാൻ പറഞ്ഞു. എനിവേ ഞാൻ ഭയങ്കര ഹാപ്പി. എന്നിട്ട് പിന്നെ 2 യൂണിറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്തു. എന്നിട്ട് പിറ്റേ ദിവസം റിസൾട്ട് നോക്കിയപ്പോഴേക്കും 110 ആയി. അങ്ങനെ ഞാൻ ഡിസ്ചാർജായി വീട്ടിൽ വന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം എന്താ പറയുക, 2 ദിവസം മുമ്പ് എനിക്ക് എൻ്റെ ബ്ലീഡിങ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു. പെയിൻ അണ്ടർ കൺട്രോൾ ബൈ മെഡിസിൻ നമ്മളൊരു എടുക്കാതിരിക്കുമ്പോഴത്തേനും വേദന പിന്നെയും വരുന്നുണ്ട്. പക്ഷേ എന്നാലും ഞാൻ ഇടയ്ക്കൊന്ന് സ്കിപ്പ് ചെയ്യുന്നു, കാരണം കൊടീനും ഒക്കെ അത്ര നമ്മൾ അഡിക്റ്റ് ആവുന്നത് ശരിയല്ല. അപ്പോൾ ഞാൻ ഇന്നലത്തെ നൈറ്റിൽ മെഡിക്കേഷൻ ഞാൻ സ്കിപ്പ് ചെയ്തു. പിന്നെ എനിക്ക് ഭയങ്കര തലകറക്കമുണ്ട്, അതുകൊണ്ട് കൊടീൻ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഒരു തലകറക്കം പോലെ വരും. അപ്പം എന്താ പറയുന്നത്, ഞാനാണെങ്കിൽ രാത്രിയിലത്തെ ഒരു ഡോസ് കൊടീൻ അങ്ങ് മിസ് ചെയ്തതിൽ സ്കിപ്പ് ചെയ്തു. പിന്നെ ഇന്ന് ഉച്ചയ്ക്കത്തെ 12 മണിയുടെ കൊടിയും ഞാൻ സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിക്കും. രാവിലത്തെ കഴിച്ചു, കാരണം ഭയങ്കര പെയിനായിരുന്നു, കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, അതൊന്നും പെയിനായിരുന്നു, അത് കാരണം ഞാനത് കഴിച്ചു. ഇനി ഉച്ചയ്ക്കത്തെ 12 മണിക്ക് ഞാൻ സ്കിപ്പ് ചെയ്യും. എന്നിട്ട് പിന്നെ ഉള്ള നെക്സ്റ്റ് ടൈമിലുള്ള മെഡിക്കേഷൻ, അതായത് വൈകുന്നേരം ഉള്ളതില്ലേ, അത് ഞാൻ കഴിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് സ്കിപ്പ് ചെയ്യാം, 2 ഡോസ് സ്കിപ്പ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം എങ്ങനെയെങ്കിലും കുറച്ചൊക്കെ പെയിനൊക്കെ നമ്മൾ ടോളറേറ്റ് ചെയ്യേണ്ടേ, എല്ലാം ചെയ്ത് ഒത്തിരി മെഡിക്കേഷൻ കഴിക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ ബ്ലീഡിങ് നിന്നു, പക്ഷെ എന്നാലും ബ്ലീഡിങ്ങിൻ്റെ മെഡിക്കേഷൻ ബ്ലീഡിങ് ആകുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. കാരണം എന്നാന്ന് പറഞ്ഞാൽ ബ്ലീഡിങ് ഇപ്പോൾ അവരെൻ്റെ HB മെയിൻറ്റെയിൻ ആക്കി വെച്ചേക്കുക. അപ്പം പിന്നെ ബ്ലീഡിങ് ആയാൽ പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല, പിന്നെ മൊത്തം റിസ്ക് ആണല്ലോ, എനിക്ക് സർജറി എങ്ങനെയെങ്കിലും നടക്കണം. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു നമ്മളിങ്ങനെ പൈപ്പ് ഓൺ ചെയ്ത് വെച്ചിട്ട് പൈപ്പിൽ കൂടെ വെള്ളം മൊത്തം പോവുക, എന്നിട്ട് അതിൻ്റെ ടാങ്കിൽ പിന്നെ വെള്ളം അടിച്ചാൽ അതിന് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അതിന് മീൻസ് എന്നാന്ന് പറഞ്ഞാൽ എനിക്ക് ബ്ലീഡിങ് ആയിക്കൊണ്ടിരിക്കുക, അതിന് മുകളിൽ കൊണ്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തിട്ട് വലിയ പ്രയോജനം ഇല്ലല്ലോ എന്ന്. അതായത് പൈപ്പ് അത് ഓഫ് ചെയ്തിട്ട് പിന്നെ ടാങ്കിൽ വെള്ളം കയറ്റിയാലല്ലേ ടാങ്കിൽ വെള്ളം കിടക്കത്തുള്ളൂ. എനിക്ക് മനസ്സിലായ സംഭവം എന്നാന്ന്. അപ്പം എനിവേ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഇപ്പോൾ ചെയ്തു, ബ്ലീഡിങ് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തു. ഞാൻ ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റാണ്. അപ്പോൾ ഞാൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കഴിഞ്ഞിട്ട് ഇവിടെ വീട്ടിൽ വന്നപ്പം എനിക്ക് പിന്നെയും 83.3 ആണ് എൻ്റെ മെഷീൻ കാണിക്കുന്നത്. മെഷീൻ റോങ് ആവട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അന്നേരമൊക്കെ എനിക്ക് ഭയങ്കര ഡിസി ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ കുറച്ച് ബെറ്റർ, ഞാനിപ്പോൾ നോക്കുന്നില്ല. എൻ്റെ ഡോക്ടറിനോട് പറയുക നീ വെറുതെ സ്ട്രെസ് അടിക്കാനായിട്ട് വെറുതെ മെഷീൻ ചെക്ക് ചെയ്യേണ്ടെന്ന് എന്നോട് പറയുക. ഞാൻ സ്ട്രെസ് അടിക്കുന്നൊന്നുമില്ല, കാരണം എൻ്റെ സേഫ്റ്റി എനിക്ക് നോക്കണ്ടേ. എനിക്ക് തലകറങ്ങി ഞാൻ എവിടെയെങ്കിലും വീണ് പോയി കഴിയുമ്പോൾ എന്താണ് റീസൺ എന്ന് എനിക്കറിയണ്ടേ. അപ്പം കാരണം ഇവിടെ ഒരു GP യോട് വിളിച്ചാൽ മണിക്കൂർ വിളിച്ചാലും ഒരു കാര്യമില്ല, ഒന്നും നടക്കുന്നില്ല. അപ്പം എന്താ പറയുക, നമ്മൾ സ്വന്തമായിട്ട് ഹോസ്പിറ്റലിൽ അങ്ങനെ പോകാതെ നമ്മുടെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുക, ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുക, കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുക, HB ചെക്ക് ചെയ്യുക, അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ വരില്ല. എന്നിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ അവിടെ പോയി ചെക്ക് ചെയ്താൽ മതിയല്ലോ. ഒന്നാമത് ഒരു ഫോം കിട്ടാനും എല്ലാം പ്രശ്നമാണ്. ഇവിടെ ഒരു ക്രിസ്മസും ന്യൂ ഇയറൊക്കെ വന്നാൽ പിന്നെ എല്ലാ ഓഫീസും ക്ലോസ് ആണ്, എല്ലാ പരിപാടി ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ എൻ്റെ സെൽഫ് കെയർ, അതായത് എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, കഴിയുന്നിടത്തോളം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനായിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി എനിക്ക് സർജറിയുടെ പുതിയ ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അത് ആരോടും ഇപ്പോൾ പറയുന്നില്ല. എനിവേ നമ്മുടെ പ്ലാൻ അതുപോലെ തന്നെയാണ്. ഇപ്പം ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്തു, പെയിൻ മെഡിക്കേഷൻ മാനേജ് ചെയ്യുന്നതായിട്ട് മെഡിക്കേഷൻ
വഴി പെയിൻ ഫുള്ള് കൺട്രോൾഡായി. പിന്നെ എന്താ പറയുക, പിന്നെ ഈ അയൺ ടാബ്ലറ്റ് ഉണ്ട്, ഫെറസ് ഫ്യൂമറേറ്റ് ഉണ്ട്. അപ്പോൾ അത് കഴിക്കുമ്പോൾ കോൺസ്റ്റിപ്പേഷനുള്ള മൂവിക്കോളും തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ വെരി ഹാപ്പിയാണ്, എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഭയങ്കര ഹാപ്പിയാണ്. ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാനും പിന്നെ എൻ്റെ സ്റ്റാഫ് ലുക്ക് ആഫ്റ്റർ ചെയ്തതിലും എല്ലാത്തിലും ഞാനിപ്പം ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എന്താ പറയുക, സർജറി ഡേറ്റ് പക്ഷേ ആരോടും പറയുന്നില്ല എന്ന് പറഞ്ഞതിൽ എനിക്ക് പിന്നെയും ടെൻഷനാണ്. കാരണം ഇൻ കേസ് ഇനിയും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെയും കുറഞ്ഞ് ഇനി അങ്ങനെ ഇനി സർജറി ക്യാൻസൽ ചെയ്യത്തില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞു പുള്ളിക്കാരൻ ഇനി ഒരു സർപ്രൈസസ് ഒന്നും ഓപ്പറേഷൻ്റെ ഡേ വരരുത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഭക്ഷണമൊക്കെ നന്നായിട്ട് ഇപ്പോൾ കഴിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, മരുന്നൊക്കെ കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ട്. ഈവൻ ദോ എനിക്ക് ഒരു ടാബ്ലറ്റ് പോലും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ഞാൻ ഈ ഒരു ബാഗ് നിറച്ചാണ് ഇപ്പം മരുന്ന് കഴിക്കുന്നത്. ഈ ഫുൾ ബാഗ് മരുന്നാണ് ഞാനിപ്പോൾ തിന്നുന്നത്. അതെനിക്ക് ഭക്ഷണം ഇപ്പം വേണ്ട, ഭക്ഷണത്തിന് വരെ ഭക്ഷണം വേണ്ടതല്ല, ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ ഇരട്ടി മരുന്നുണ്ട് ഇവിടെ കഴിക്കാനായിട്ട്. അപ്പം എന്താ പറയുന്നത്, അപ്പം നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സർജറി സക്സസ് ആയിട്ട് നടക്കാനും എൻ്റെ HB ലെവൽ കൂടാനും നെക്സ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേനും ഡോക്ടറിന് ആവശ്യമായ 100 ആണ്. അപ്പോൾ അതിനേക്കാളും കൂടി എൻ്റെ നോർമലായിട്ടൊരു 120 ഒരു 140 ഒക്കെ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത്രയും വരുമോ എന്ന് എനിക്കറിയത്തില്ല. എനിവേ സർജറിയുടെ അന്ന് വരെ ഒരു കുഴപ്പമില്ലാതെ സർജറി എല്ലാം കഴിഞ്ഞ് ഞാൻ റിക്കവറായിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഞാനൊരു വീഡിയോ ഇടുന്നതായിരിക്കും. ഞാൻ ഒത്തിരി പ്ലാൻ ഉണ്ടായിരുന്നു. എനിക്ക് ED എന്നോട് എൻ്റെ പ്രാക്ടീസ് എഡ്യൂക്കേറ്റർ പറഞ്ഞു, നീ ഒത്തിരി സ്ട്രെസ്സൊന്നും അടിക്കേണ്ട, നീ കുറേ വീഡിയോകളൊക്കെ ചെയ്യുക, അപ്പോൾ നിൻ്റെ സ്ട്രെസ്സൊക്കെ കുറച്ച് പോകും. പിന്നെ എൻ്റെ ഒരു റിലീഫ് എന്ന് പറഞ്ഞാൽ ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കും, നന്നായിട്ട് പ്രാർത്ഥിക്കും. ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കുറേ ടെൻഷനൊക്കെ കുറയും. പിന്നെ എന്താ പറയുക, നമുക്ക് ദൈവത്തിനോട് പറഞ്ഞാൽ ദൈവം നമ്മളെ കളിയാക്കി ചിരിക്കുകയോ നമ്മുടെ ബിഹൈൻഡ് നമ്മളെക്കുറിച്ച് ജോക്ക് പറയുകയോ ഒന്നും ചെയ്യത്തില്ല. നമ്മൾ മനുഷ്യരോട് പറഞ്ഞാൽ ചിലപ്പം അവർ നമ്മുടെ മുന്നിൽ സഹതാപം കാണിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് അവൾക്ക് അസുഖമല്ലേ, കൊള്ളാം, നല്ല കാര്യം എന്നൊക്കെ പറയുന്ന ആൾക്കാരും, പിന്നെ എപ്പോഴും അസുഖമാണ്, ഫോൺ വിളിച്ചാൽ എപ്പോഴും അസുഖം മാത്രമേ പറയാനുള്ളൂ, നെഗറ്റീവാണ് പറയുന്നത് എന്നൊക്കെ പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആരെയും അധികം വിളിക്കുകയൊന്നും ചെയ്യാത്തത്. ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ എന്നിൽ തന്നെ ഞാൻ ഒതുക്കി വെച്ചു. പക്ഷേ എൻ്റെ ഈ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒത്തിരി നല്ല ഫ്രണ്ട്സ് എനിക്കുണ്ട്. അവരൊക്കെ ഇത് അറിഞ്ഞിട്ട് എന്നെ വിളിക്കുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു. നമുക്ക് ചിലപ്പം മെൻ്റലി സപ്പോർട്ടാണ് ഏറ്റവും അത്യാവശ്യം. കാരണം ഞാൻ ഭയങ്കരമായിട്ടും ഡൗണായി പോയായിരുന്നു. കാരണം സ്ട്രെസ്സാണ്, ഇത്രയും വലിയൊരു സർജറിയാണ്. നമുക്ക് ആരും നമ്മുടെ കൂടത്തിലെ രാജേഷ് മാത്രമേ എല്ലാ കാര്യത്തിനും, പിന്നെ പെയിന്, HB കുറവ്, ബ്ലഡ് ഷുഗർ കുറവാണ്, BP കുറവാണ്, പിന്നെ എൻഡോമെട്രിയാസിസ് ഉണ്ട്, അതുകൊണ്ട് എന്താവും, അങ്ങനെ ഒത്തിരി ടെൻഷൻ. പിന്നെ കൊച്ചിൻ്റെ പഠിത്തം, അവനെങ്ങനെ കോപ്പ് ചെയ്യും, അങ്ങനെ പല കാര്യങ്ങളുണ്ട് നമുക്ക്. അപ്പോൾ എല്ലാം കൊണ്ട് ഒരു ടെൻഷനൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ സമയവും കടന്നു പോകും, അത് തന്നെയാണ്. പിന്നെ ഞാൻ നല്ല കുറച്ച് പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ എടുക്കുന്നത്. ഞാനാണ് സ്ട്രോങ് രാജേഷിനേക്കാൾ. അപ്പം ഞാൻ കുറേ എന്താ പറയുക, പോസിറ്റീവായിട്ടിരിക്കും. എനിക്ക് കുറച്ച് വയ്യെങ്കിലും ഞാൻ രാജേഷിനെ ഷോ ഓഫ് ചെയ്യത്തില്ല. കുഴപ്പമില്ല എന്ന് പറയും. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എഴുന്നേറ്റാൽ തലയിറങ്ങി താഴെ പോകും എന്നൊരവസ്ഥ വരെ ഞാൻ പിടിച്ചു നിൽക്കും. അതാകുമ്പോൾ മാത്രം ഞാൻ രാശിനോട് പറയും. അപ്പോൾ രാശിന് എപ്പോഴും ദേഷ്യം വരും. അപ്പോൾ രാജേഷായിട്ട് ദേഷ്യം വരുമ്പോൾ എനിക്ക് വിഷമാവും, പിന്നെ അത് പ്രശ്നമാകും. അത് കാരണം ഞാൻ കഴിയുന്നിടത്തോളം അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ ഒഴിവാക്കി ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തന്ന സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി. എല്ലാവർക്കും ഒത്തിരി പ്രശ്നങ്ങളും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരും. അപ്പം 2025 എനിക്ക് സർജറി ചെയ്ത് എൻ്റെ ഒരു മുക്കാൽ പ്രശ്നങ്ങളും തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും നന്നായിട്ട് ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കും എല്ലാവർക്കും നമുക്ക് ഹെൽത്ത് ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്, ബാക്കിയൊക്കെ പുറകെ വന്നോളൂ അല്ലേ. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണ്. അപ്പം എല്ലാവർക്കും നല്ല ആരോഗ്യം ഉള്ള ഒരു പുതിയ വർഷം ഞാൻ ആശംസിക്കുന്നു. ബൈ ആൻഡ് ടേക്ക് കെയർ. ചിലപ്പം നമുക്ക് എന്തെങ്കിലും വയ്യായി ഉണ്ടെങ്കിൽ ചില സമയത്ത് ഡോക്ടർമാരെക്കാളും നേഴ്സുമാരെക്കാളും ആസ് എ പേഷ്യൻ്റ് ഒരു രോഗിക്കായിരിക്കും അവരുടെ പ്രശ്നങ്ങൾ കൂടുതൽ അറിയാവുന്നത്. കാരണം നമ്മളെന്നും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് നമുക്കറിയാമല്ലോ. ഇപ്പം എനിക്കാണെങ്കിൽ എൻ്റെ HB കുറഞ്ഞു കഴിയുമ്പം, അല്ലെങ്കിൽ അയൺ കുറഞ്ഞു കഴിയുമ്പം അയൺ കുറഞ്ഞു കഴിയുമ്പം എനിക്ക് ഭയങ്കര കാലിങ്ങനെ രാത്രിയിൽ ഇങ്ങനെ എടുത്തിട്ടടിക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കര കാലിങ്ങനെ ഷെയ്ക്കിംഗ് ആണ്. അപ്പോൾ എനിക്കറിയാം എൻ്റെ അയൺ കുറഞ്ഞത്. പിന്നെ HB കുറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മൾ തലകറക്കം, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം നിങ്ങളിതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും അവനവൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കുക.